ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ് എന്ന് നോക്കാം. ആദ്യം റിവേഴ്സിബിൾ പ്രോസസ്സ്. ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് മറ്റൊരു തെർമോഡൈനാമിക് സ്റ്റേറ്റിലേക്ക് മാറിയിട്ട് തിരിച്ച് ഇനീഷ്യൽ തെർമോഡൈനാമിക് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ. എ തെർമോഡൈനാമിക് പ്രോസസ് ഈസ് റിവേഴ്സിബിൾ ഇഫ് ദ പ്രോസസ് ക്യാൻ ബി റിട്ടേൺഡ് ബാക്ക് സച്ച് ദാറ്റ് both the system and surroundings return to their original states with no other changes anywhere else in the universe. അതിന് നല്ലൊരു എക്സാമ്പിളാണ് സ്ലോ പ്രോസസ്സായിട്ടുള്ള സ്ലോ മെൽറ്റിംഗ് ഓഫ് ഐസ്. ഒരു ഐസ് ക്യൂബ് മെൽറ്റ് ചെയ്ത് അത്രയും തന്നെ വാട്ടറായിട്ട് മാറുമ്പോൾ സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. സർട്ടൺ എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്തു. എന്നാൽ തിരിച്ച് അതേ എമൗണ്ട് ഹീറ്റ് അതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് പുറത്ത് കളഞ്ഞാൽ നമുക്ക് ഐസാക്കി മാറ്റാനും പറ്റും, ഫ്യൂസ് ചെയ്യാൻ പറ്റും, ഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ലോ മെൽറ്റിംഗ് ഓഫ് ഐസും അതിൽ സ്ലോ ആയിട്ട് ഐസ് ഫോർമേഷനും വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അഥവാ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സുകളാണ്. അത് റിവേഴ്സിബിൾ പ്രോസസ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സ് പൊതുവെ ക്വാസിസ്റ്റാറ്റിക് ഒരു എക്സാമ്പിളാണ്. ക്വാസിസ്റ്റാറ്റിക് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ഇൻ എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് ഫ്രിക്ഷൻലെസ് മൂവബിൾ പിസ്റ്റൺ. പിന്നെ അടുത്ത പോയിൻ്റ് ഇതാണ്. ഇവിടെ ഫ്രിക്ഷൻസൊക്കെ വളരെ കുറവായിരിക്കും. ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിനകത്ത് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാണ്, സ്ലോ എക്സ്പാൻഷനാണ്. അങ്ങനെയാണെങ്കിൽ അത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. കാരണം കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എനർജി പുറത്തേക്ക് പോകുന്നു, അതുപോലെ ഹീറ്റ് അകത്തേക്ക് അത്രയും തന്നെ ഹീറ്റ് ഇൻടേക്ക് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനി മറ്റൊരു പ്രത്യേകത ഇതാണ്. ദ സിസ്റ്റം വിൽ ബി ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സറൗണ്ടിങ്സ് അറ്റ് എവറി സ്റ്റേജ്. ഈ പ്രോസസ്സിൽ ഇനീഷ്യൽ സ്റ്റേജ്, ഫൈനൽ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഏത് സ്റ്റേജിലായാലും സിസ്റ്റം സറൗണ്ടിങ് ആയിട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതുപോലെ വേറെ ഓർത്തിരിക്കേണ്ട കാര്യം, മറ്റ് ഫാക്ടേഴ്സൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതായത് ഫ്രിക്ഷൻ ഒന്നും അവിടെ വർക്ക് ചെയ്യാൻ പാടില്ല. ലിക്വിഡിൽ ഫ്രിക്ഷനായ വിസ്കോസിറ്റി ഒന്നും അവിടെ വർക്ക് ചെയ്യാൻ പാടില്ല. എങ്കിലേ അത് ഒരു പെർഫെക്റ്റ്ലി റിവേഴ്സിബിൾ പ്രോസസ്സ് ആകുള്ളൂ. റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വേറെ രീതിയിലുള്ള ഡെഫിനേഷൻ: എ റിവേഴ്സിബിൾ പ്രോസസ് ക്യാൻ ബി റിവേഴ്സ്ഡ് വിത്തൗട്ട് ലീവിങ് എനി ട്രേസ് ഓൺ ദ സറൗണ്ടിങ്സ്. അതായത് സർട്ടൺ ഗ്യാസ് പിസ്റ്റൺ സിലിണ്ടറിൽ എടുത്തിരിക്കുകയാണ്. ഇത് കംപ്രസ് ചെയ്തപ്പോൾ അത് കാണാൻ പറ്റും അല്പം ഹോട്ടായിട്ടുണ്ട്. എന്നാൽ ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ അത് പഴയതുപോലെ തന്നെ സ്റ്റേജിലേക്ക് എത്തി. സ്റ്റാർട്ടും എൻഡും സെയിമാണ്. അത് റിയൽ വേൾഡിൽ ഇങ്ങനൊരു കംപ്രഷനോ എക്സ്പാൻഷനോ നടന്നു എന്നതിൻ്റെ യാതൊരു ബാക്കിപത്രവും ഉണ്ടാവില്ല. അതായത് പുറത്ത് ഹീറ്റ് എക്സ്ട്രാ കൂടുകയോ എൻട്രോപ്പി കൂടുകയോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ സറൗണ്ടിൽ ഉണ്ടാകാതെ കംപ്ലീറ്റ് പഴയ സ്റ്റേജിലേക്ക് തിരിച്ചെത്തുക. അതാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ പിസ്റ്റൺ സിലിണ്ടറൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രിക്ഷൻലെസ് ആയാലേ ഇത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ഹീറ്റൊക്കെ ആ രീതിയിൽ നഷ്ടപ്പെടും. അതുപോലെ റിവേഴ്സിബിൾ പ്രോസസ്സിലെ മറ്റു പ്രത്യേകതയാണ് നെറ്റ്. This reverse process is possible if the net of the heat and net work exchange between the system and the surrounding is 0. അപ്പോൾ പ്രോസസ്സ് മുമ്പോട്ട് ചെയ്യുമ്പോൾ ഹീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റിവേഴ്സിൽ അത് ഹീറ്റ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സിൽ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ് ആയിരിക്കണം. ആ സെയിം എമൗണ്ട് ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നെറ്റ് വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ, ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. നെറ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതും 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. റിവേഴ്സിബിൾ പ്രോസസ്സിനെ ഇങ്ങനെ ഒരു കർവ് വെച്ച് നമുക്ക് കാണിക്കാൻ പറ്റും. എ എന്ന സ്റ്റേജിൽ നിന്ന് ബി എന്ന സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ആരോ മാർക്ക് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ P1 V1 T1 ആയിരിക്കാം. ഇവിടുത്തെ P2 V2 T2 ആയിരിക്കാം. അതേ ഗ്രാഫ് അതേ ലൈനിലൂടെ തിരിച്ച് നമുക്ക് കൊണ്ടുപോയി ഇനീഷ്യൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് പറയാൻ പറ്റും. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് എത്തിയെങ്കിൽ സെയിം തെർമോഡൈനാമിക് വേരിയബിൾസ് തന്നെ എയിലെത്തി എങ്കിൽ നമുക്ക് പറയാം അത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇനി അടുത്തത് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിൽ ക്യാൻ ബി റിട്ടേൺ ബാക്ക് എന്നുള്ളത് ക്യാൻ നോട്ട് ബി റിട്ടേൺ ബാക്ക് എന്നാവും. എങ്കിലൊന്ന് വായിച്ചു നോക്കാം. എ തെർമോഡൈനാമിക് പ്രോസസ് ഈസ് ഇറിവേഴ്സിബിൾ ഇഫ് ദ പ്രോസസ് ക്യാൻ നോട്ട് ബി റിട്ടേൺ back such that both the system and surrounding return to their original states. ഡെഫിനേഷൻ സെയിം ആണ്. അവിടെ ക്യാൻ നോട്ട് ബി എന്ന് വരും. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സിൽ നോക്കുക. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സഡൻ പ്രോസസ്സുകളായിരിക്കും മിക്കവാറും. the combustion reaction of mixture of petrol and air.
പെട്രോൾ ഗ്യാസും എയറും കൂടി മിക്സ് ചെയ്ത് അത് തീ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? സ്പാർക്ക് ഇട്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. അത് തിരിച്ച് വീണ്ടും പെട്രോളും എയറുമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ ആ P1 V1 T1 സിറ്റുവേഷൻ P2 V2 T2 സിറ്റുവേഷനായിട്ട് മാറ്റിയിട്ട് തിരിച്ച് കൊണ്ടുവരാനായിട്ട് പ്രാക്ടിക്കലി സാധിക്കില്ല. അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസ് ലീക്കിംഗ് ഫ്രം എ ഗ്യാസ് സിലിണ്ടർ ഇൻ എ കിച്ചൺ. ഇപ്പോൾ ഗ്യാസ് കുറച്ച് ലീക്ക് ചെയ്തു, ആ വീട്ടിലെ LPG ഗ്യാസ് കുറച്ച് ലീക്ക് ചെയ്തു, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് റൂം നിറഞ്ഞു പോയി. ഇത് തിരിച്ച് കംപ്രസ് ചെയ്ത് പഴയതിലോട്ട് കൊണ്ടുവരാമെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ, നാച്ചുറലായിട്ട് സാധിക്കില്ല. അപ്പോൾ അതും ഒരു നോൺ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ സിസ്റ്റത്തിൽ ടേക്ക് ദ സിസ്റ്റം ടു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുള്ളതാണ്. മറ്റേ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും ഓരോ സ്റ്റേജും, നോൺ ഇക്വിലിബ്രിയം സ്റ്റേജിലായിരിക്കും. പിന്നെ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രോസസ്സിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യും? ഫ്രിക്ഷൻ ഉണ്ടാകാം, വിസ്കോസിറ്റി ഉണ്ടാകാം, അതുപോലെ ഡിസ്പെഴ്സീവായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇതാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഇനി ഗ്രാഫിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നോക്കാം. ഇതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ കാണിക്കുന്ന ഒരു ഗ്രാഫ്. എ എന്ന ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് ബി എന്നൊരു തെർമോഡൈനാമിക് സ്റ്റേറ്റിലേക്ക് പോകുന്നുള്ളൂ. അത് തിരിച്ച് അതേ ഡയഗ്രാമിലേക്ക് തിരിച്ച് അവിടെ എത്തിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഡയഗ്രത്തിൽ 2 പ്രോസസ്സും കാണിച്ചിട്ടുണ്ട്. ഇത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. 1ൽ നിന്ന് 2ലേക്ക് എത്തി, 2ൽ നിന്ന് 1ലേക്ക് എത്തി. ഇവിടെ അത് തന്നെയാണ്, ഇത് റിവേഴ്സിബിളാണ്. ഇത് 3ൽ നിന്ന് 4ലേക്ക് എത്തി, 4 എന്ന സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും 3ലേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ റിവേഴ്സ് ചെയ്തെത്തി, പക്ഷേ അവിടെ കാണാൻ പറ്റും കർവ് അതേ പാത്തിലല്ല ഫോളോ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സോ ദാറ്റ് കോസസ് എ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇറ്റ് ഈസ് പാസിങ് ത്രൂ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ്. അതുപോലെ റിവേഴ്സിബിൾ പ്രോസസ്സ് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ആയിരിക്കും. അത് 1 ഡയറക്ഷനിൽ മാത്രം പ്രൊസീഡ് ഇൻ ഓൺലി 1 ഡയറക്ഷൻ. സച്ച് ആസ് സ്പോണ്ടേനിയസ് വൺ വേ പ്രോസസ്സ് ആർ ഇറിവേഴ്സിബിൾ. പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സുകളായിരിക്കും. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വേറെ എക്സാമ്പിളാണ് ഹൈഡ്രോ കാർബൺ കമ്പസ്റ്റൻ. ഇപ്പോൾ ബേണിംഗ് ഓഫ് വുഡ് ബേൺ ചെയ്യുക, ഓയിൽ ബേൺ ചെയ്യുക, അതൊക്കെ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. റേഡിയോ ആക്റ്റീവ് ഡീകേ, ആൽഫ ബീറ്റ ഗാമ ആയിട്ടൊക്കെ റേഡിയേറ്റീവ് സബ്സ്റ്റൻസ് ഡീകേ ചെയ്യുന്നതൊക്കെ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇൻ അതർ കേസ് റിവേഴ്സിബിൾ പ്രോസസ്സിലാണെങ്കിൽ ദ സിസ്റ്റം ആൻഡ് എൻവയോൺമെൻറ്റ് വിൽ റിട്ടേൺ ടു ദെയർ ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചെത്തും. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ. വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞ് ചേരുക. ആ പ്രോസസ്സ് റിവേഴ്സ് ചെയ്ത് നമുക്ക് ഉപ്പ് തിരിച്ചെടുക്കാൻ പറ്റുമില്ലേ? അതുപോലെ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ടു ഫോം വാട്ടർ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഏതാണ്? ഫേസ് ചേഞ്ചിലേക്ക് ഫ്രീസിങ് വാട്ടർ ഫ്രീസ് ചെയ്ത് ഐസാകുന്നതും, അതുപോലെ ബോയിലിംഗ് ഓഫ് വാട്ടർ, വെള്ളം തിളച്ച് മാറുന്നതും നമ്മൾ വാട്ടർ സൈക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇപ്പോൾ കമ്പയർ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് പറഞ്ഞാൽ ഈ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യാം. റിവേഴ്സിബിൾ പ്രോസസ്സ് പൊതുവെ സ്ലോ ആയിരിക്കും, ഇൻഫിനിറ്റ്ലി സ്ലോ, വളരെ സ്ലോ ആയിരിക്കും. എന്നാൽ വളരെ ഇറ്റ് ക്യാരിഡ് ഔട്ട് വെരി റാപ്പിഡിലാണ് ഇറിവേഴ്സിബിൾ. ഇക്വിലിബ്രിയത്തിലായിരിക്കും. അറ്റ് എനി സ്റ്റേജ് ദ ഇക്വിലിബ്രിയം ഈസ് നോട്ട് ഡിസ്റ്റർബ്ഡ്. എപ്പോഴും ഇക്വിലിബ്രിയത്തിലായിരിക്കും, പക്ഷേ ഇവിടെ അങ്ങനെ ഇരിക്കില്ല. ഇക്വിലിബ്രിയം മേ എക്സിസ്റ്റ് ഓൺലി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി പ്രോസസ്സ്. കംപ്ലീറ്റ് എത്തിക്കഴിയുമ്പോൾ മാത്രം ആ കർവ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കർവ് രണ്ടും 2 വഴിക്കാണ് പോവുക. 2 അറ്റം മാത്രമേ കൂട്ടിമുട്ടുന്നുള്ളൂ. മറ്റല്ല എല്ലാ പോയിന്റിലും കൂട്ടിമുട്ടിക്കൊണ്ടാണ് ഫോർവേഡും റിവേഴ്സും പോകുന്നത്. ഇറ്റ് ടേക്സ് ഇൻഫിനിറ്റ് ടൈം ടു കംപ്ലീഷൻ. ഇപ്പോൾ ഐസ് വെള്ളമായിട്ട് മാറണമെങ്കിൽ കുറച്ച് സമയം തന്നെ എടുക്കും. മറ്റേ പടക്കം പൊട്ടണ പോലെയല്ല, പെട്ടെന്ന് കഴിയില്ല. ഇറ്റ് ടേക്സ് ഫൈനൈറ്റ് ടൈം ഫോർ കംപ്ലീഷൻ. വർക്ക് ഒബ്റ്റൈൻഡ് ഇൻ ദിസ് പ്രോസസ് മാക്സിമം. സ്ലോ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് എനർജി കൺവേർഷൻ നടക്കും. ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. വർക്ക് ഈസ് ഒബ്റ്റൈൻഡ് ഇൻ ദ പ്രോസസ് നോട്ട് മാക്സിമം. ഫുൾ വർക്ക് അവിടെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാർനോട്ട് എഞ്ചിൻ എന്താണ്, കാർനോട്ട് സൈക്കിൾ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ചാപ്റ്ററിൽ. കാർനോട്ട് എഞ്ചിൻ എന്താണ്, കാർനോട്ട് സൈക്കിൾ എന്താണെന്നൊക്കെ നോക്കാം.